ഭർതൃപീഡനത്തെ തുടർന്ന് ഷാർജയിൽ ആത്മഹത്യ ചെയ്ത കൊല്ലം കേരളപുരം സ്വദേശിനി വിവഞ്ചിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരും, നാട്ടിൽ സംസ്കരിക്കും. എന്നാൽ വിവഞ്ചിയുടെ മകൾ വൈഭവിയുടെ മൃതദേഹം യു.എയിൽ തന്നെ സംസ്കരിക്കാനാണ് തീരുമാനം. ദുബായിൽ ഇന്ത്യൻ കോൺസുലേറ്റ് നടന്ന ചർച്ചയിൽ ഈ തീരുമാനമുണ്ടായി എന്നാണ് ഞങ്ങളുടെ ദുബായ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. അരുൺ പാറാട്ട് ദുബായിൽ നിന്ന് ചേരുന്നു. അരുൺ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ശരിക്കും സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമിച്ചത് ഈ മകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് കേരളപുരത്ത് സംസ്കരിക്കണമെന്ന രീതിയിലായിരുന്നു. ഭർത്താവിൻ്റെ വീട്ടിലാണെങ്കിൽ പോലും പ്രശ്നമില്ല എന്നവർ പറഞ്ഞിരുന്നു. എന്നാൽ എപ്പോഴാണ് ഈ തീരുമാനം മാറ്റിയത്? കൗൺസിൽ ഇപ്പോൾ അവിടെ നിലവിലിരിക്കുന്ന നിയമം അങ്ങനെ ആയതുകൊണ്ട് അവിടെ സംസ്കരിക്കേണ്ടി വരികയാണോ? തീർച്ചയായും എസ്കെൻ, 2 ദിവസമായി നീണ്ടുനിന്ന അനിശ്ചിതങ്ങൾക്കാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. വിഷയത്തിൽ മകൾ വൈഭവിയുടെ മൃതദേഹം ഇവിടെ സംസ്കരിക്കണമെന്നായിരുന്നു പിതാവിന്റെ ആവശ്യം. ഇതായിരുന്നു ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കിയത്. 2 പേരുടെയും മൃതദേഹം 2 ഇടങ്ങളിൽ സംസ്കരിക്കുന്നത് എന്നായിരുന്നു വിഭജികയുടെ കുടുംബത്തിന്റെ ആവശ്യം. മൃതദേഹം നാട്ടിലെത്തിക്കാനും ഹിന്ദു ആചാരപ്രകാരം തന്നെ സംസ്കരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നായിരുന്നു വിഭജികയുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടിരുന്നത്. എസ്കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമപ്രകാരം കുഞ്ഞിന്റെ അവകാശം രക്ഷിതാവിനാണ്. അതിനാൽ തന്നെ കുഞ്ഞിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അച്ഛനായ നിതീഷാണ്. നിതീഷ് കുഞ്ഞിനെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുകയായിരുന്നു. ഇന്നലെ തന്നെ കുഞ്ഞിന്റെ മൃതദേഹം പിതാവ് നിതീഷിന് അധികൃതർ ഇതിനോട് കൈമാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഇന്നലെ വൈകിട്ട് തന്നെ കുഞ്ഞിനെ സംസ്കരിക്കാൻ ഒരുങ്ങുന്ന സാഹചര്യം ഉണ്ടായി. ഇത് പിന്നീട് ഇന്നലെ കോൺസുലേറ്റ് ഉൾപ്പെടെ ഇടപെട്ട് വിഷയം താൽക്കാലികമായി അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നും ഈ മൃതദേഹം വിട്ടുകിട്ടണം എന്ന ആവശ്യമായി വിഭജികയുടെ ബന്ധുക്കൾ കോൺസുലേറ്റിനെ സമീപിച്ചു. തുടർന്ന് കോൺസുലേറ്റ് ഇരു വിഭാഗങ്ങളെയും ചർച്ചയ്ക്ക് വിളിപ്പിച്ചു. ഇന്ന് ഉച്ച മുതൽ കോൺസുലേറ്റ് ഇരു വിഭാഗങ്ങളുമായും ചർച്ച നടത്തി. മണിക്കൂറുകളോളം ചർച്ച നീണ്ടു നിന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്നാണ് ഈ വിഭജിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനും മകൾ വൈഭവിയുടെ മൃതദേഹം ദുബായിൽ സംസ്കരിക്കാനും തീരുമാനമായിരിക്കുന്നത്. ഹൈന്ദവ ആചാരപ്രകാരം നാളെ മിക്കവാറും ഈ ചടങ്ങുകൾ നടക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിഭജികയുടെ കുടുംബവും ഈ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സമ്മതം അറിയിച്ചിട്ടുണ്ട്. വിഭജികയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇതിനോടകം ലഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു റിപ്പോർട്ട് നാളെ തന്നെ ഇവരുടെ കൈകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് എംബാമിങ്ങിന് ശേഷം ഉടൻ തന്നെ വിഭജികയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനാകുമെന്നും നമ്മൾ കരുതുന്നുണ്ട്. അതിനായി നടപടികളിലേക്ക് കടക്കുമെന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിന് പുറമെ വിഭജികയുടെ അമ്മ ഇവിടെ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. അമ്മയ്ക്ക് പുറമെ സഹോദരൻ ഇപ്പോൾ യു.എയിലുണ്ട്. എന്തായാലും ഭർത്താവിനെതിരെയുള്ള നിയമ നടപടികളിൽ നിന്ന് പിന്മാറില്ല എന്ന് ബന്ധുക്കൾ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് ഇരുവരും ഷാർജ പോലീസിൽ ഭർത്താവിനെതിരെ ഗാർഹിക പീഡന പരാതി ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. ഈ പോലീസ് കൃത്യമായി തന്നെ ഇടപെടുമെന്ന് ഇവരോട് ഉറപ്പ് നൽകിയതായി ബന്ധുക്കൾ നമ്മളോട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടിൽ നൽകിയ കേസുകളും ശക്തമായി മുന്നോട്ട് പോകുമെന്നും ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കുഞ്ഞിന്റെ മൃതദേഹം നാളെ യു.എയിൽ ദുബായിൽ സംസ്കരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താങ്ക് യു. അരുൺ പാറാട്ടാണ് ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മകളുടെ സംസ്കാരം യു.എയിൽ നടക്കും. വിഭജികയുടെ സംസ്കാരം കേരളപുരത്തും നടക്കും. അങ്ങനെയാണ് ഇപ്പോഴത്തെ അറേഞ്ച്മെൻറ്റ്. മറ്റൊരു നിയമസാധ്യത ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ തന്നെ സംസ്കരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്.